തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം നടത്തിയ പ്രദർശന വിപണന മേളകളുടെ മറവിൽ വൻ അഴിമതി. അനുമതിയില്ലാതെ സർക്കാർ ചിഹ്നം പതിപ്പിച്ച രസീതുകൾ അച്ചടിച്ച് വൻതോതിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ട് വ്യവസായ വാണിജ്യ ഡയറക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. അതേസമയം വിവിധ സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ട എന്ന നിലപാടിലാണ് വ്യവസായ വകുപ്പ്. തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം കഴിഞ്ഞ 4 വർഷങ്ങളിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളകളുടെ മറവിൽ വൻ ക്രമക്കേട് നടന്നതായാണ് വകുപ്പുതല പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മേളകളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സർക്കാർ ചിഹ്നം പതിപ്പിച്ച രസീതുകൾ അച്ചടിച്ച് പണപ്പിരിവ് നടത്തിയതായി വ്യവസായ വാണിജ്യ ഡയറക്ടർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിൽ നിന്നോ ഡയറക്ടറിൽ നിന്നോ അനുമതി വാങ്ങാതെയാണ് രസീതുകൾ അച്ചടിച്ചത്. രസീത് നൽകാതെയും പണം ശേഖരിച്ചിട്ടുണ്ട്. പല രസീതുകളിലും തുക വെട്ടിത്തിരുത്തിയിരിക്കുകയാണ്. എന്നാൽ വ്യക്തമായ കണക്കുകളില്ലാത്തതിനാൽ എത്ര തുക പിരിച്ചെടുത്തുവെന്ന് കണ്ടെത്താനായിട്ടില്ല. മേളകൾക്കായി സർക്കാർ അനുവദിച്ച തുകയുടെ 3 ഇരട്ടിയിൽ കൂടുതൽ പിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. എന്നാൽ അനുവദിച്ച തുകയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളൂ. വിശദീകരണം ആരാഞ്ഞെങ്കിലും പല ഉദ്യോഗസ്ഥരും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നത് കണക്കിലെടുത്ത് സർക്കാർ തലത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രമക്കേട് നടന്ന കാലയളവിൽ മാനേജരായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ. ഉദ്യോഗസ്ഥർ വിവിധ സംഘടനകളെ സ്വാധീനിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് വകുപ്പിന്റെ നിലപാടെന്നറിയുന്നു. എല്ലാ ജില്ലകളിലും ഇത്തരം മേളകൾക്കായി പണം പിരിക്കാറുണ്ടെന്നും പണപ്പിരിവിന്റെ കണക്കുകൾ വേറെ രേഖപ്പെടുത്തിയെന്ന സാങ്കേതിക പിഴവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുമാണ് ഔദ്യോഗിക ഭാഷ്യം. സർക്കാർ ഉദ്യോഗസ്ഥർ അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന കാര്യം പോലും അധികൃതർ ലഘൂകരിക്കുകയാണ്. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.